ഇപ്പൊ എങ്ങനെയാ തുടങ്ങല്ലേ? തുടങ്ങിക്കോ. അതെങ്ങനെയുണ്ട്? അതോ എന്താ പൊന്നു മോനെ, സബ് കളറായില്ലേ? നമ്മളിനി നമ്മളെന്താ പറയണ്ടത്? നമ്മള് ചെയ്ത് പ്രേക്ഷകര് പറയട്ടെ. നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? അവര് പറയട്ടെ. അവര് പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായമാണ് നമുക്കറിയേണ്ടത്, സംഭവം കളറായോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ഇനി എല്ലാ വീഡിയോയിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതെ, ഇനി ഞങ്ങൾ എല്ലാ വീഡിയോയിലും പുതിയൊരു പരീക്ഷണമാണ്. നമ്മൾ എഡിറ്റിംഗിലേക്ക് കൂടുതൽ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് ഓക്കെ, നമ്മള് ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോണ്ട. നമ്മുടെ സിമ്പിൾ കഥയുടെ എപ്പിസോഡിലേക്ക് വരാം. സ്പിറ്റിംഗ് ഫാക്ട്സ് വിത്ത് ബുൾഷിറ്റ്. ഓക്കെ, കുറച്ച് ഇടവേളയായിരുന്നു അല്ലെ? അതെ, ഇടവേള വരാനൊരു കാരണം ഉണ്ടായി. അതെ, കാരണമാണ്. അതെ, കാരണം ഒന്ന് ചെറുതായിട്ടൊന്ന് വീണ് കാലിന് ചെറിയൊരു ഫ്രാക്ചർ. അതിനെ കുറിച്ച് നമുക്ക് വലിയൊരു കഥ, വലിയൊരു എപ്പിസോഡായിട്ട് പറയാനുള്ള ഒരു കഥയാണ്. പിന്നെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ 2 വീക്സിന് മുമ്പ് നമ്മൾ എപ്പിസോഡ് ഇട്ടത് ഓണം. അത് ഈ ഓണത്തിന്റെ വീഡിയോ ഇട്ടപ്പോ കുറെ പേര് വിചാരിച്ചു നമ്മളിങ്ങനെ എന്താ നമുക്കൊന്നും അറിയില്ല ഓണത്തിനെ പറ്റി, നമ്മള് വെറുതെ ഫണ്ണായിട്ട് ചെയ്തതാണ്. അത് നമ്മുടെ വീഡിയോ എപ്പോഴും ഞാൻ പറയും ബുൾഷിറ്റ് അതുണ്ട്. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഇതില് നിങ്ങൾ മലയാളീസ് ആയിട്ട് നിങ്ങൾക്ക് ഓണത്തിനെ കുറിച്ച് അറിയത്തില്ല, എന്തൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചു അങ്ങനത്തെ ചോദ്യങ്ങളാണ്. പക്ഷെ നമ്മളത് തമാശ അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഇപ്പൊ ഒരു വേറെ അതിൽ കൂടുതൽ ചെക്ക് ചെയ്യാനും ഇതിനൊന്നും നിൽക്കേണ്ട ഒരു ആവശ്യം. ഞങ്ങളെല്ലാ ഫാമിലീസ് എല്ലാരും കൂടെ കൂടി ചുമ്മാ ഒരു ഫാമിലി ഞങ്ങളിങ്ങനെ സന്തോഷിച്ച് ഇരിക്കുന്ന ആൾക്കാര്. അപ്പൊ ഞങ്ങൾ ചില്ല് ചെയ്ത് പരിപാടി ഇട്ടു, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ പ്രശ്നം അത് ഇന്നത്തെ കഥ എന്താന്ന് പറയാം. കഥയ്ക്ക് അറിഞ്ഞല്ലോ അല്ലെ? കഥ എന്താ എന്തോ കഥയില്ലേ ഇത് പറ്റി പറഞ്ഞത്? ഇപ്പൊ ഈ കാല് ഫ്രാക്ചർ ആയപ്പോഴും പണ്ട് കൈ ഫ്രാക്ചർ ആയിരുന്നു. കൈ ഫ്രാക്ചർ അത് കൈ ഫ്രാക്ചർ ഓർക്കത്തില്ല, കുറെ നാളുകൾക്ക് മുമ്പ് കേട്ടോ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് കൈ ഫ്രാക്ചർ ആയിട്ട് നാട്ടിലെ പോലെ ഒന്നുമല്ല ഇവിടെ. അന്ന് മറ്റേ കയ്യില് ബാൻഡേജ് ഒക്കെ ഇട്ട് മറ്റേ ഇത് നമ്മള് പ്ലാസ്റ്റർ ഫ്രാക്ചർ ആയിട്ട് ഇവിടെയായിരുന്നു, ജോയിന്റ് കൈയുടെ റെസ്റ്റിന്റെ ഇവിടെയായിരുന്നു. അപ്പൊ ജോയിന്റ് ഫ്രാക്ചർ ആയിട്ട് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടിരിക്കുക. അന്നെന്തോ ഇതേ രീതിയിൽ 4 വീക്സോ 6 വീക്സ് എന്തോ റെസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അന്ന് ഞാൻ നാട്ടില് മറ്റേ ഇതൊക്കെ കഴിഞ്ഞു വന്നത് ബാംഗ്ലൂരിൽ നേഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ടൈം. എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്ന ആ സമയം തോന്നുന്നു. അപ്പൊ നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഗോവയ്ക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാം. അല്ല, ട്രിപ്പ് പ്ലാൻ ചെയ്യുക. അപ്പൊ എന്റെ കൈ ഫ്രാക്ചർ ചെയ്തിരിക്കുക. ഗോവൻ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയാലോ, പക്ഷെ പ്ലാൻ ചെയ്യാനുണ്ടാവുള്ളൂ. അല്ല, പ്ലാൻ ചെയ്ത് അവര് പോവാൻ എല്ലാം സെറ്റായി എല്ലാരും കൂടി. എന്നുവെച്ചാൽ എല്ലാരും ഒരു ആഗ്രഹമാണ് ആ ഒരു സമയത്ത് ഗോവയ്ക്ക് ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞാൽ. ഇത് എത്ര കൊല്ലം മുമ്പ്? കുറച്ച് ഇരുപതായിട്ടുണ്ടാവില്ല, ഏകദേശം ആ ടൈം. എന്നാലും നമ്മുടെ ആ ഒരു ഏജ് സമയത്ത് നമ്മുടെ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ ഫ്രീ ആയിട്ടിരിക്കുന്നു സമയത്ത് എല്ലാരും കൂടെ പ്ലാൻ ചെയ്യുന്നു ഗോവയ്ക്ക്. ഗോവ ഒന്ന് കേൾക്കുന്ന എന്താ ഒരു സംഭവം അത് എല്ലാവർക്കും ഉണ്ടാവും പൊതുവെ. ഒരു ടീനേജ് സമയത്ത് ഗോവയ്ക്ക് ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകാൻ പറ്റിയ ഒരു സ്ഥലം അതാണ്, ഗോവയാണ്. അപ്പൊ ഇമാരെല്ലാരും പ്ലാൻ ചെയ്യാണ് ഗോവയ്ക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്ത് നോക്കുമ്പോ എന്റെ കൈക്ക് ഫ്രാക്ചർ. എന്നോട് പറഞ്ഞു നീ വരണ്ട, ഫാസ്റ്റ് ഇട്ടിരിക്കല്ലേ, നീ എങ്ങനെയാ പോരുന്നത്? അവര് എന്നെ ഒഴിവാക്കി നൈസായിട്ട്, നീ വരണ്ട. ബാക്കി അമ്മമാരെല്ലാരും കൂടി ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് ഗോവയ്ക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി അമ്മമാരിക്കും. ട്രെയിനാണ് പോകുന്നത് കേട്ടോ, ട്രെയിനാണ്. അപ്പൊ ഞങ്ങളൊരു 6-7-8 പേരുണ്ട്. എല്ലാരും കൂടെ ചില്ലായിട്ട് ഗോവയ്ക്ക് പോകാൻ ട്രെയിൻ ബുക്ക് ചെയ്ത് എല്ലാം സെറ്റ് ആയിട്ട് പോകാൻ. അപ്പൊ എന്നെ ഒഴിവാക്കി, നിന്റെ കൈ പോകാല്ലോ, നീ വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോ ഗോവയ്ക്ക് പോയില്ലെങ്കിൽ എങ്ങനെ ശരിയാവും? ഞാൻ വെറുതെ വിചാരിച്ചേ ഇതിപ്പോ ഇതിന്റെ ഇടയില് നമുക്ക് എല്ലാരും പോകുമ്പോ നമ്മളായിട്ട് എങ്ങനെ പോകാതിരിക്കും. ഞാൻ എന്ത് ചെയ്തു, നമ്മുടെ ആക്സോ ബ്ലേഡ് ഇല്ലേ, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ വെട്ടിത്തരത്തില്ല, എന്ന് വെച്ചാൽ ടൈം ആയില്ല. 4 വീക്സ് പറഞ്ഞ് 6 വീക്സ് പറഞ്ഞ് അതെന്താ 4 വീക്സ് എന്തോ ആയിട്ടുള്ളൂ. ചെന്ന് കഴിഞ്ഞാൽ അവര് വെട്ടിത്തരത്തില്ല. ഞാനെന്ത് ഈ സാധനം ഇട്ട് പോകാനും പറ്റില്ല. ഞാനെന്ത് നമ്മുടെ ആക്സോ ബ്ലേഡ് ഇല്ല, നമ്മുടെ പൈപ്പ് കെട്ടി ആ സാധനം എടുത്ത് ഞാൻ തന്നെ കൈയിലെ പ്ലാസ്റ്റർ ഇങ്ങനെ കട്ട് ചെയ്ത് ആ സാധനം കൊണ്ട് ഞാൻ പ്ലാസ്റ്റർ കട്ട് ചെയ്തു. ഇമാരെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് മുമ്പ് സാധനം കട്ട് ചെയ്ത് ഇമാൻ ടിക്കറ്റ് എടുക്കാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കൈ കൊണ്ടേ കാണിച്ചു. എന്റെ കയ്യിൽ എന്റെ പ്ലാസ്റ്റർ കെട്ടി. ഇനി പേടിക്കും പോരാലോ. അപ്പൊ അമ്മക്ക് ആൾക്കാര് കൂടി നോക്ക് പ്രശ്നമില്ല, അതൊരു നല്ലതാണ്. ഷെയർ കൂടുതൽ പണ്ടത്തെ നമ്മൾ ഷെയർ ഇട്ടില്ലേ, 50% ഷെയർ ഇട്ടാണല്ലോ പണ്ടത്തെ പോകും. അപ്പൊ ഞാൻ തന്നെ പ്ലാസ്റ്റർ വെട്ടി
ഓക്കെ അപ്പൊ അമ്മമാര് ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ ഞാൻ സംഭവം ഗോവയ്ക്ക് സെറ്റായി. എന്ത് സുഖം പ്ലാസ്റ്റർ ഒക്കെ വെട്ടിട്ട് ഇതൊക്കെ ഉണ്ടായില്ല അപ്പൊ അതില് ഓയിന്റ്മെന്റ് പരിപാടി ഒന്നും ഇല്ല. ഇല്ല ഫുള്ള് പ്ലാസ്റ്റർ ഇട്ടേക്കല്ലേ. പ്ലാസ്റ്റർ ഇട്ട് കൈക്ക് ചൊറിച്ചിലും ഇതൊക്കെ ഉണ്ട്. പക്ഷെ കയ്യുടെ ഇതാകുമ്പോ നമുക്ക് അത്ര പ്രശ്നം വരുന്നില്ലല്ലോ. കാല് പോലെ കുഴപ്പമില്ല. ഇതിപ്പോ ഓക്കെ ഇത് പിന്നെ പറയാം. അപ്പൊ അങ്ങനെ കൈ വെട്ടി. അപ്പൊ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു. ട്രെയിൻ ചില്ലായിട്ട് ട്രെയിൻ സെറ്റായി. അങ്ങനെ ഞങ്ങള് ഗോവയ്ക്ക് പോവാൻ. അപ്പൊ ഞങ്ങള് ഓക്കെ പ്ലാസ്റ്റർ വെട്ടിയല്ലോ. ഗോവയ്ക്ക് പോകാൻ വേണ്ടി എല്ലാം സെറ്റായി. ഞങ്ങൾ ഗോവയ്ക്ക് ട്രെയിൻ കയറി. എറണാകുളം നമ്മുടെ അടുത്ത സ്റ്റേഷൻ എറണാകുളമാണ്. എറണാകുളത്ത് ചെന്ന് ട്രെയിനിൽ ചെന്ന് ഗോവയ്ക്ക്. അങ്ങനെ നോർത്ത് സൗത്ത് അടുത്ത് നമുക്ക് എനിക്ക് തോന്നുന്നു നോർത്തിൽ നിന്നാണ് സൗത്തിൽ നിന്നാണ് എനിക്ക് ഓർക്കുന്നത്. നമുക്ക് രണ്ടും ഏകദേശം അടുത്തടുത്താണ്. വലിയ വ്യത്യാസമില്ല. പക്ഷെ അന്ന് ഞങ്ങൾ തോന്നുന്നു ഞാൻ ആലുവയിൽ പോയിരുന്നു. നമുക്ക് കുറച്ചുകൂടെ അടുത്ത് ട്രാഫിക് ഇല്ലാതെ ചെല്ലാൻ പറ്റുന്ന സ്റ്റേഷൻ ആലുവ. ഓക്കെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഗോവ സഫലീകരണത്തിന് വേണ്ടി ഗോവയ്ക്ക് ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി ചെന്നു. ഗോവയിൽ ചെന്നിറങ്ങി ഞങ്ങൾ റൂമൊക്കെ ബുക്ക് ചെയ്തു. പിന്നെ അറിയാലോ അവിടെ നടക്കുന്ന സംഭവങ്ങൾ. ഗോവ നമുക്ക് ഫ്രീഡം കിട്ടുക. മറ്റേ സംഭവങ്ങൾ എന്താ പറയുന്ന ബീച്ചുകളും. എന്നിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് എന്താ പിന്നെ അത്ര ഞങ്ങൾ ഒരാഴ്ചത്തെ ട്രിപ്പായിരുന്നു കേട്ടോ. ഒരാഴ്ച ട്രിപ്പിന് പോയിട്ട് ഞങ്ങൾ അവിടെ പോയി വണ്ടിയൊക്കെ റെന്റിനെടുത്ത് ഞങ്ങള് എല്ലാ സ്ഥലങ്ങളും തന്നെ അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും തന്നെ കറങ്ങി. പിന്നെ അവിടുത്തെ മെയിൻ അറിയാറോ എന്താ ഗോവയില് അതിനൊക്കെ റേറ്റ് കുറവാണല്ലോ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ടാക്സ് ഇല്ലല്ലോ. ടാക്സ് ഇല്ല അല്ലെ? അതാണല്ലോ എല്ലാത്തിനും റേറ്റ്. എല്ലാത്തിനും ഭയങ്കര. പക്ഷെ നമുക്ക് നാട്ടിലോട്ട് സാധനം കൊണ്ടുവരാൻ പറ്റത്തില്ല. പിടിക്കും അതെന്ന് വെച്ചാൽ റെയിൽവേ സ്റ്റേഷനിൽ സാധനം ഇത് പിടിക്കും. നമുക്ക് ഒള്ളി അവര് സെയിൽ ചെയ്യുന്നത് ഗോവയിൽ മാത്രം ആ സാധനം സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഭയങ്കര റേറ്റ് കുറവാണ്. എല്ലാ സാധനത്തും റേറ്റ് കുറവാണ്. അല്ല അതുകൊണ്ടുവരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഞങ്ങള് കൊണ്ടുവരാൻ പറ്റില്ലാതെ കൊണ്ടുവരാണല്ലോ നമ്മുടെ ഇത്. പക്ഷെ അന്ന് തിരിച്ചു വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ വെച്ച് ഭയങ്കര ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്താ ചെയ്തത്, ഞങ്ങളൊന്നും അറിയാത്തോടെ ബാഗിന്റെ അത് സാധനം മേടിച്ചു വെച്ചിട്ട് നമ്മൾ ഈ ഫോറിനേഴ്സ് ഇല്ലേ അവര് ഗോവലെപ്പോഴും അവര് ബാഗ് വെച്ചിട്ടുണ്ടാവും. അവരുടെ ബാഗ് അങ്ങനെ ചെക്ക് ചെയ്യത്തില്ല. നൈസായിട്ട് അവരുടെ ബാഗിന്റെ സൈഡിൽ കൊണ്ട് നമ്മുടെ ബാഗ് വെച്ചിട്ട് നമ്മൾ വേറെ സ്ഥലത്ത് പോയി ഇങ്ങനെ മാറി കഴിഞ്ഞിട്ട് ട്രെയിൻ വരുന്നു ബാഗ് എടുക്കുന്നു ഒറ്റ കയറ്റും. പുതിയ ട്രെയിനിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അവർ ചെക്ക് ചെയ്യത്തില്ല. പക്ഷെ ട്രെയിൻ സ്റ്റേഷനിൽ വെച്ചിട്ട് അമ്മമാരെ എല്ലാ ബാഗും ചെക്ക് ചെയ്യും. റാൻഡം ചെക്കിങ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഫുള്ള് ബാഗ് ഒന്നും അയപ്പിക്കത്തില്ല. മറ്റേതൊക്കെ ഇല്ലേ ട്രെയിൻ സ്റ്റേഷനിൽ സ്കാൻ ചെയ്ത് വിടാനുള്ള? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. ട്രെയിൻ നമ്മുടെ എയർപോർട്ട് പോലത്തെ. ഗോവയിൽ പിടിക്കോ നാട്ടിലെത്തിട്ട് പിടിക്കോ? ഗോവയിൽ നിന്ന് പിടിക്കും. നാട്ടിലെത്തി ഗോവയിൽ നിന്ന് അമ്മ അവസാനം കയറ്റിക്കൊണ്ട് പോകാൻ സമ്മതിക്കും. അവിടുന്ന് കയറ്റിക്കൊണ്ട് വരാനുള്ള പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ എന്റെ കാല് ഇങ്ങനെ പറ്റിയിരുന്നപ്പോഴാണ് ഞാൻ പണ്ടത്തെ കാര്യം സമ്മതിക്കണം. പ്ലാസ്റ്റർ ഒക്കെ വെട്ടി എന്നെ കൊണ്ടുപോയത് എന്തിനാന്ന്? അതെ കൊണ്ടുപോയത് ഒരാളുടെ ഷെയർ മേടിക്കാലോ. പക്ഷെ എൻജോയ് ചെയ്തിട്ടോ. അല്ല അവിടെ ഈ വണ്ടിക്ക് ഇതൊക്കെ ചീപ്പാ? റെന്റ് കുറവാണ്. വണ്ടിക്ക് റെന്റ് കുറവാണ്. ഞങ്ങൾ ആദ്യത്തെ ഒരു ദിവസമായിട്ടോ വണ്ടി എടുത്തുള്ളൂ, റെന്റ് എടുത്തുള്ളൂ. പക്ഷെ നമുക്ക് അത് തോന്നി അത് റെന്റ് കുറവാണെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് വല്ല തട്ടു ഇതൊക്കെ ചെയ്യാൻ ഭയങ്കര ഫൈൻ വരും. പിന്നെ ഞങ്ങൾ വിചാരിച്ചു സെക്കൻഡ് ഡേ തൊട്ട് ഞങ്ങൾ വിചാരിച്ചു വിത്ത് ഡ്രൈവർ കൂടി റെന്റിന് നമുക്ക് ഈ സ്ഥലങ്ങളൊന്നും അറിയത്തില്ലല്ലോ. അപ്പൊ നമുക്ക് എന്താ പറയാ ഇപ്പോഴത്തെ ആ സമയത്ത് ഇതൊന്നും ഇല്ല, വീഡിയോ എടുക്കലും പക്ഷെ നമുക്ക് സ്ഥലങ്ങൾ കവർ ചെയ്യാനും നമുക്ക് അറിയത്തില്ല. ഈ പണ്ടത്തെ പോലെ ഈ ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് അങ്ങനെ എത്തിപ്പിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു, പിറ്റേ ദിവസം തൊട്ട് ഞങ്ങള് വണ്ടി റെന്റിനെടുത്ത് വിത്ത് ഡ്രൈവർ എടുത്തു. അന്ന് ഈ പറഞ്ഞ പോലെ ഫോണും ആൻഡ്രോയിഡ് അത്ര ഇതൊന്നും അല്ല. ഫോണുണ്ട് പക്ഷെ ഇതേപോലെ ഇത്രയും സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നിട്ട് പിന്നെ ഞങ്ങള് ഡ്രൈവർ വിത്ത് എടുത്ത് പിന്നെ പുള്ളിക്ക് എല്ലാ ലൊക്കേഷനും അറിയാലോ. അങ്ങനെ പിന്നെ ഒരു 3-4 ദിവസം പുള്ളിയുടെ കൂടെയായിരുന്നു ഫുൾ ടൈം കറക്കും. എന്താ അതിലവിടെ ഉള്ളേ ശരിക്കും? മെയിൻ ആയിട്ട് ബീച്ചസ്, പിന്നെ കോക്ടെയിൽസ് മറ്റേ നൈറ്റില് മറ്റേ ബീച്ചിൽ രാത്രി 12 മണിയൊക്കെ ആകുമ്പോഴത്തേനും ബീച്ചിന്റെ അകത്ത് പോയിരുന്നു. അവിടെ നൈറ്റ് ആണ് മെയിൻ ആയിട്ട് ഈ ഇതെല്ലാം ഈ സംഭവങ്ങൾ. സോറി ഫുഡ് കോർട്ട്സ് എല്ലാം ഗുണമുണ്ട് നൈറ്റ് ടൈമിലാണ്. അത് ഞങ്ങള് പിന്നെ ഈ ബീച്ചിലൊക്കെ പോയിരുന്നു. രാത്രി 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും
ബീച്ചിന്റെ അകത്ത് പോയി Coca-Cola. മറ്റേ കൊക്കക്കോളം ഒരു ചിക്കനൊക്കെ കഴിച്ച് കൊക്കോളൊക്കെ കൊക്കക്കോളയൊക്കെ മണ്ണിന്റെ അടി കുഴിച്ചിട്ട് നല്ല തണുത്തിച്ചിട്ട് എന്താ രസം. സ്വർഗം മാമ, സ്ഥലം മുതലായി കൈ മറ്റേ നാരങ്ങോളം കുടിക്കുന്നു അതെ ഇടയ്ക്കിടയ്ക്ക് കൈവിടട്ടാ ഓരോ നാരങ്ങളും കഴിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ നാരങ്ങളും കുടിച്ചത് അങ്ങനെയുള്ളത്. ഓക്കെ അങ്ങനെ ഒരു ഗോവൻ ട്രിപ്പായിരുന്നു. അത് ഇപ്പൊ ഈ സംഭവം വന്നപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്ന് ഗോവയുടെ കാര്യം. ഇനി നിനക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇല്ല എനിക്ക് ഇത് പരിപാടി ഒന്നും ഇല്ലാത്തോണ്ട് ഞാൻ ഈ കോക്ടൈൽസ് ഒന്നും ഇല്ലാത്തോണ്ട് അറിയില്ല. കോക്ടെയിൽസ് മാത്രമേ ഇല്ലാത്തുള്ളൂ. ഇഷ്ടല്ല അതാണ് cocktails അവന് ഇഷ്ടമല്ല, തീരെ ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ നമ്മുടെ പ്ലാസ്റ്റർ ഇട്ടേക്ക് അതെന്തായാലും ഹിറ്റ് ഇതുണ്ട്. അതിനുശേഷം ഇതിപ്പോ കാലൊടിഞ്ഞ കഥയുണ്ട്, അതാണ് അതിലും വലിയ വെച്ചത്. എനിക്കുണ്ട് ഐസക് ന്യൂട്ടന്റെ ആപ്പിളിന്റെ കഥ വരെ ഉണ്ട്. ശരിയാ. അതിനുശേഷം ആരും ആപ്പിൾ കഴിക്കാം. അതിനുശേഷം ഇവിടെ ആപ്പിൾ ചീഞ്ഞ ഇന്ന് ഞാനൊരു ആപ്പിൾ കൂടെ എടുത്തത്. ആപ്പിൾ കാണുമ്പോ തന്നെ എടുത്ത് കളയുന്നത്. അതൊരു വലിയ കഥയായി പോയി. അതടുത്ത് അത് എന്റെ ഒരു കഥയും കൂടി ഉണ്ട്. ഞങ്ങള് കുറച്ച് ലേറ്റ് ആയപ്പോ ഇതിനാണ് സംഭവം. അത് സോറി കേട്ടോ ഇത്ര ലേറ്റ് അല്ലേ. അത് വിചാരിച്ചിരുന്നല്ല ഇത്ര ലേറ്റ് ആവും. നമ്മൾ പെട്ടെന്ന് ചെയ്യണം എന്ന് ഓർത്താണ്. പക്ഷെ ഇത് ലേറ്റ് ആയി പോയി. എല്ലാവരോടും സോറി. അതെ. അപ്പൊ എങ്ങനെ നമുക്കെന്നാ ഒരു എങ്ങനെ എനിക്ക് ഓടാൻ പറ്റില്ല, നീ ഇന്ന് ഒറ്റക്കുള്ള ഓട്ടം കേട്ടോ. അതെ 3, 2, 1 3, 2, 1 ഞാൻ ഓടുന്നില്ല. ഒരു കാലമുള്ളൂ അവന് ഓടി എവിടെയോ പോയി.